അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങളെ, ഞാൻ അബ്ദുറഹ്മാൻ വളാഞ്ചേരി. ഇസ്ലാമിന് പുറത്തു ജീവിക്കുകയും പിന്നീട് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന എനിക്ക് റബീഉൽ അവ്വൽ വരുന്ന സമയത്ത് പ്രവാചക സ്നേഹം എന്ന പേരിൽ നടത്തപ്പെടുന്ന ബിദ്അത്തിനെതിരെ രണ്ടു വാക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയിലൂടെ പൂർത്തിയാക്കി സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല തയ്യാറാക്കി വെച്ച സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണമെന്നും സത്യനിഷേധികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല തയ്യാറാക്കി വെച്ച നരകത്തിൽ നിന്ന് മോചനം നേടണമെന്നുള്ളതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ദേഹേച്ഛകൾക്കനുസരിച്ച് സംസാരിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവിടത്തേക്ക് നൽകുന്ന വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അങ്ങനെ സ്വർഗം നേടാൻ ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും മഹാനായ സഹാബി അൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. എന്താണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? എന്റെ ഉമ്മത്തിലെ, എന്റെ സമുദായത്തിലെ എല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, വിസമ്മതിച്ചവരൊഴികെ. ഇത് കേട്ട് സ്വഹാബാക്കൾ ചോദിച്ചു, ഖാലു യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും, വമൻ യഅബ, ആരാണ് അങ്ങയെ വിസമ്മതിച്ചവർ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, ആരെന്നെ അനുസരിച്ചുവോ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാനി ഫഖദ് അബ, ആരെന്നോട് അനുസരണക്കേട് കാണിച്ചുവോ അവൻ വിസമ്മതിക്കുകയും ചെയ്തു, അഥവാ നരകാവകാശിയായി തീർന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുന്ന് ഖുതുബ നിർവഹിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ സത്യവിശ്വാസികളെ ഉത്ബോധനം ചെയ്തു. വ ഇന്ന ശർറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട കാര്യം പുതുനിർമ്മിതമായ കാര്യമാണ്. വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, അങ്ങനെയുള്ള പുതുനിർമ്മിതമായ എല്ലാ കാര്യങ്ങളും ബിദ്അത്തുകളാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, അത്തരത്തിലുള്ള എല്ലാ ബിദ്അത്തുകളും അത് വഴികേടുകളാണ്. കുല്ലു ളലാലത്തിൻ ഫിന്നാർ, ആ വഴികേടുകളെല്ലാം നിങ്ങളെ നരകത്തിലേക്ക് നയിക്കുമെന്ന് വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ വഹീന്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തോടുകൂടി വഹീ നിലച്ചു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽ യൗം, ഇതാ ഇന്നത്തെ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായി ഞാനിതാ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടി അള്ളാഹുവിന്റെ ശരീഅത്ത്, അള്ളാഹുവിന്റെ ദീൻ പൂർത്തീകരിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം പ്രവാചകനായി നമുക്കിടയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും റബീഉൽ അവ്വൽ വരുന്ന സമയത്ത് നബിദിനം എന്ന പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, റോഡ് ബ്ലോക്കാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള നബിദിന റാലിയോ മറ്റാഘോഷങ്ങളോ ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ 40 വർഷക്കാലം ജീവിച്ചിട്ടുണ്ട്. അവരുടെ കാലഘട്ടത്തിലും ഇതുപോലെ റബീഉൽ അവ്വൽ വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ടാടുകയോ മറ്റാഘോഷ പരിപാടികളോ ഉണ്ടായിട്ടില്ല. അതിനുശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ബിൻ താലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്നവരാണ്. ഇവരെല്ലാം ഭരണാധികാരികളായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇവരുടെ ആരുടെയും കാലഘട്ടത്തിൽ ഇതുപോലെ റബീഉൽ അവ്വൽ വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുകയോ അത് ആഘോഷമാക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് അള്ളാഹു അവന്റെ റസൂലോ പഠിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള ഒരു ആഘോഷം ഈ സമൂഹത്തിലേക്ക് പകർന്നു കിട്ടിയത്? നോക്കൂ നിങ്ങൾ, ഈ ഒരു വിഷയം
ഇന്ന് മുസ്ലിം സമൂഹത്തിനിടയിൽ എത്രത്തോളം ഭിന്നതയും വിഭാഗീയതയും ഉണ്ടാക്കി വെച്ചു. ജൂതന്മാരുടെയും നസാറാക്കളുടെയും ഭിന്നതയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതഫ്തരികു ഉമ്മത്തി അലാ സലാസിൻ സബഈന മില്ല, എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകും, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ല മില്ലത വാഹിദ, ഒരു കൂട്ടരൊഴികെ. സ്വഹാബാക്കൾ വളരെ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, മൻ ഹിയ യാ റസൂലുള്ളാഹ്, ആരാണ് അള്ളാഹുവിന്റെ റസൂലെ ആ ഒരു കൂട്ടർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി പറഞ്ഞു, മാ അന അലൈഹി യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത് ആ മാർഗത്തിൽ ജീവിക്കുന്നവർ മാത്രമാണ് സ്വർഗാവകാശികളെന്നും മറ്റുള്ളവരെല്ലാവരും നരകത്തിലാണെന്നുമാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സച്ചരിതരായ സ്വഹാബാക്കളും നിലകൊണ്ട മാർഗത്തിലാണോ നിലകൊള്ളുന്നത്? അങ്ങനെയാണെങ്കിൽ അവരാരും റബീഉൽ അവ്വൽ വരുന്ന സമയത്ത് നബിദിനം എന്ന പേരിൽ ഇത്തരത്തിലുള്ള നബിദിന റാലിയോ ആഘോഷങ്ങളോ നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക. അതല്ലെങ്കിൽ അതിന്റെ പരിണിത ഫലം ഭയാനകരമായിരിക്കും. കാരണം വിശുദ്ധമായ ഖുർആൻ സൂറത്ത് നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമൻ യുശാകികിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത്? വമൻ യുശാകികിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ആരെങ്കിലും അവന് സന്മാർഗം വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം അള്ളാഹുവിന്റെ റസൂലിനോട് എതിര് നിൽക്കുകയും, അതായത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് എതിര് നിൽക്കുകയും, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീങ്ങളുടേതല്ലാത്തൊരു മാർഗം സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെ മാർഗം എന്ന് പറഞ്ഞത് സ്വഹാബത്തിന്റെ മാർഗമാണ്. ആ സ്വഹാബാക്കളുടെ മാർഗമല്ലാത്തതിനെ പിന്തുടരുകയും ചെയ്തുവോ, നുവല്ലിഹി മാ തവല്ല, അവൻ എങ്ങോട്ടാണോ തിരിഞ്ഞു കളഞ്ഞത് അങ്ങോട്ട് നാം അവനെ തിരിച്ചുവിടുന്നതാണ്. അതായത് ഇതൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് തോന്നും. വനുസ്ലിഹി ജഹന്നം, അവനെ നാം ജഹന്നമിൽ നരകത്തിൽ കടത്തി എരിക്കുകയും ചെയ്യും. വസാഅത് മസീറ, അതെത്ര വലിയ മോശമായ സങ്കേതമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാം അള്ളാഹുവിന്റെ ശരീഅത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ആ ദീനിൽ നബിദിനം കഴിക്കുന്നത് ഒരു പുണ്യകരമായ പ്രവൃത്തിയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തരുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്തൊരു അമൽ, അത് ഈ ദീനിന്റെ ഭാഗമാക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് കെട്ടിപ്പറയുന്നതിന് സമാനമായ തെറ്റാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് കെട്ടിപ്പറയുക എന്നുള്ളത് നരകത്തിൽ നമ്മുടെ സീറ്റ് ഉറപ്പിക്കാൻ തരത്തിലുള്ള വലിയ പാപമാണ്. അതുകൊണ്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.